പുനർജനി പദ്ധതിയിൽ വിദേശ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടെങ്കിൽ സ്വാഭാവികമായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമായി വരുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വസ്തുതകൾ മനസ്സിലാക്കാതെ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ലംഘനമാണ് വിഷയമെങ്കിൽ, അങ്ങനെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന പോലീസിനോ വിജിലൻസിനോ അത് അന്വേഷിക്കാൻ കഴിയില്ല. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. അപ്പറഞ്ഞത് ശരിയാണ്. ഇതങ്ങനെ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. നടേശന്റെ പ്രസ്താവനകൾ ഗുരുവിന്റെ ദർശനങ്ങളോട് യോജിക്കുന്നതല്ലെന്ന് എം എ ബേബി. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിലെ അസ്വീകാര്യമായ കാര്യങ്ങളെ തള്ളിപ്പറയാനും വിമർശിക്കാനും ഇടതുപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷം വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ വസ്തുതകൾ നമ്മൾ കാണണം. അദ്ദേഹത്തിന്റെ ചില സന്ദർഭങ്ങളിലെ പ്രസ്താവനകൾ അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനത്തിന്റെ സമീപനവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് സംശയിക്കുന്നതാണ്. പൊരുത്തപ്പെടുന്നതല്ല എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോഗമന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിബ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പറയുന്ന ഇതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, അസ്വീകാര്യമായ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിത് സംബന്ധിച്ച് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ചിലർ എന്ന മട്ടിലൊരു അവതരണം നടക്കുന്നുണ്ട്. ആ അവതരണം ശരിയല്ല.